ഓക്കെ, ഞാൻ സ്വയം എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് വാണി എന്നാണ്. ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ അക്കാഡമിക് മെന്ററാണ്. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ബികോം സെക്കൻഡ് ഇയേഴ്സിന്റെ സിലബസ് ഡീകോഡിങ്ങിന്റെ സെഷനിലേക്കാണ്. ഇന്ന് എൻ്റെ കൂടെ ഈ ഒരു സെഷൻ ഹോസ്റ്റ് ചെയ്യാനായിട്ട് കൊമേഴ്സിലെ തന്നെ മെന്ററായിട്ടുള്ള സ്നേഹ മാം ഉണ്ട്, കൂടാതെ തന്നെ ദുർഗ മാമും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് കാര്യങ്ങളെല്ലാം അറിയാം. ഫസ്റ്റ് ഇയർ ബികോം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. എന്നാൽ പോലും നമ്മൾ ഇവിടെ നിങ്ങൾക്ക് സിലബസിനെ ബേസ് ചെയ്തും അതേപോലെ പ്രോഗ്രാം കംപ്ലീഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പറയുന്നതായിരിക്കും. നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് ബികോം സെക്കൻഡ് ഇയറിന്റെയാണ്. ബികോം സെക്കൻഡ് ഇയറിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ നമുക്ക് 8 സബ്ജക്ട് തന്നെയാണ് പഠിക്കാനുള്ളത്. പിന്നെ നമ്മുടെ ഒരു പഠന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ സെമസ്റ്റർ വൈസ് ആണ് പഠിച്ചു പോകുന്നത്. ആദ്യത്തെ തേർഡ് സെമ്മിൽ 4 സബ്ജക്റ്റും ഫോർത്ത് സെമ്മിൽ 4 സബ്ജക്റ്റും വെച്ചിട്ടാണ് നമ്മൾ ബികോം സെക്കൻഡ് ഇയറിൽ പോർഷൻസ് പഠിക്കുന്നുണ്ടാവുക. എക്സാംസ് നമുക്ക് ഇയർലി ബേസ്ഡ് തന്നെ ആണ്. അപ്പൊ ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ബേസിക് ആയിട്ട് ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ടുഡേ സെഷനിൽ നമ്മൾ ബികോമിന്റെ പ്രോഗ്രാം സ്ട്രക്ചർ ആണ് നോക്കുന്നത്. അവിടെ കോമ്പോസിഷൻ ഓഫ് കോഴ്സ്, ഡീപ് ഡൈവ് ഇൻ ടു സിലബസ്, പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റ് ആൻഡ് ഇവാലുവേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് പ്രോഗ്രാം കോഡ്, നമ്മളുടെ പ്രോഗ്രാമിന്റെ കോഡ് എന്ന് പറയുന്നത് BCOMG ആണ്. ഈ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്ന BCOMGയും അതേപോലെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളെയും നമ്മൾ കോഴ്സസ് എന്നാണ് നോട്ട് ചെയ്യുന്നത്. ഓരോ കോഴ്സിനെ നമ്മൾ എന്താണ് പല ബ്ലോക്കുകളായിട്ടും എഗെയിൻ ആ ബ്ലോക്കുകളെ നമ്മൾ യൂണിറ്റുകളായിട്ടും അതേപോലെ ചാപ്റ്റേഴ്സ് സബ് ടോപ്പിക് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. പിന്നെ നമുക്ക് ക്രെഡിറ്റ്സ് ഉണ്ട്. ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ടൈം വി വെർ ഡിവോട്ടഡ് ടു സ്റ്റഡി എ സബ്ജക്ട് ഓർ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നതിൽ നമുക്ക് ഡിവോട്ട് ചെയ്യേണ്ട ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ആ ഒരു പ്രോഗ്രാം സ്ട്രക്ചറിൽ നോക്കിയാൽ ചില കോഴ്സുകൾക്ക് 8 ക്രെഡിറ്റ് ആയിരിക്കും, ചിലതിന് 4 ആയിരിക്കും, ചിലതിന് 6 ആയിരിക്കും. അപ്പൊ അത് കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ ഓരോ സബ്ജക്റ്റിന്റെ വാല്യൂ ആണ്. 4 ക്രെഡിറ്റ് ഉള്ള സബ്ജക്ട് എന്ന് പറഞ്ഞാൽ 6 ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോവർ ആയിരിക്കും. അപ്പൊ ക്രെഡിറ്റ്സ് കൂടുതലുള്ള സബ്ജക്റ്റിന് വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 hours ഓഫ് സ്റ്റഡി എന്നാണ്. ഈ ഒരു ബികോം പ്രോഗ്രാം 3 to 6 years വരെയാണ് നമുക്ക് ഉള്ളത്. 3 വർഷം തൊട്ട് 6 വർഷത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതിയാവും. അടുത്തത് സെക്കൻഡ് ഇയറിൽ നമുക്ക് 2 സെമസ്റ്റർ വൈസ് ആണ് നമ്മൾ പഠിക്കുന്നത്. സെമസ്റ്റർ 3 ആണ് സെമസ്റ്റർ 4. അപ്പൊ സെം 3യിൽ നമുക്ക് പഠിക്കാനുള്ളത് 4 സബ്ജക്റ്റുകളാണ്. ഫസ്റ്റ് കമ്പനി ലോ, ഇൻകം ടാക്സ് ആൻഡ് പ്രാക്ടീസ്, ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ബിസിനസ് ലോയും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു, BCOC 133. അപ്പൊ അതിൽ കമ്പനിയായിട്ട് ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കമ്പനി ബേസ് ചെയ്തിട്ട് ഒരു കമ്പനിയെ ബേസ് ചെയ്ത് ഉള്ള നിയമവശങ്ങളും കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ് കമ്പനി ലോ എന്ന് പറയുന്നത്. പിന്നെ ഇൻകം ടാക്സ് ആൻഡ് ലോ പ്രാക്ടീസ്, ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, ഇത്രയാണ് നമുക്ക് തേർഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. കമ്പനി ലോ എന്ന് പറയുന്നത് BCOC 135 എന്നാണ് കമ്പനി ലോയുടെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത്. കോഴ്സിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ബ്ലോക്ക് 1ൽ നമുക്ക് കമ്പനി ലോയിൽ 5 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. കമ്പനി ലോ ആൻഡ് ഇറ്റ്സ് ഫോർമേഷനിൽ ഫസ്റ്റ് ബ്ലോക്കിൽ എത്രയാണ് പഠിക്കാനുള്ളത്? 5 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് കമ്പനീസ്, യൂണിറ്റ് 2ൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ്, യൂണിറ്റ് 3ൽ പ്രൊമോട്ടർ, യൂണിറ്റ് 4ൽ ഫോർമേഷൻ ഓഫ് എ കമ്പനി ആൻഡ് യൂണിറ്റ് 5ൽ അതോറിറ്റി അണ്ടർ കമ്പനി ആക്ട് 2013. അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ കമ്പനി ആൻഡ് ഇറ്റ്സ് ഫോർമേഷനിൽ ബേസിക് ആയിട്ട് കമ്പനി എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് തരുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് ടൈപ്പ് ഓഫ് കമ്പനീസ് എന്തൊക്കെയാണ്, പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്,
പ്രൊമോട്ടർ ആരാണ്, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നേച്ചേഴ്സും കാര്യങ്ങളും പറയുന്നു. ദെൻ ഫോർമേഷൻ, ഒരു കമ്പനി എങ്ങനെ നമ്മൾ രൂപീകരിക്കണം, കൂടാതെ തന്നെ അതോറിറ്റി അണ്ടർ കമ്പനിയായി 2013. ഇത്രയാണ് നമ്മൾ ബ്ലോക്ക് 1 പഠിക്കുന്നത്. അടുത്തത് ബ്ലോക്ക് 2 ആണ്. പ്രിൻസിപ്പിൾസ് ഡോക്യുമെന്റ്സിൽ നമ്മൾ പഠിക്കുന്നത് 3 യൂണിറ്റുകളാണ്. യൂണിറ്റ് 6 എന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, യൂണിറ്റ് 7 എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, യൂണിറ്റ് 8 എന്ന് പറയുന്നത് പ്രോസ്പെക്ടസ്. ഇത്രയും നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ്. അതാണ് നമ്മൾ ബ്ലോക്ക് 2 പഠിക്കുന്നത്. അടുത്തത് ബ്ലോക്ക് 3 ആണ്. ഷെയർ ക്യാപിറ്റൽ ആൻഡ് മെമ്പർഷിപ്പ്. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ റേസിംഗ് ആയിട്ടും അതേപോലെ ഒരു കമ്പനിയുടെ മെമ്പേഴ്സിന്റെയും കാര്യങ്ങളെ പറ്റിയാണ് ബ്ലോക്ക് 3 നമ്മൾ പഠിക്കുന്നത്. അവിടെ നമുക്ക് 4 യൂണിറ്റുകളാണുള്ളത്. യൂണിറ്റ് 9 ഷെയർ ആൻഡ് ലോൺ ക്യാപിറ്റൽ, ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതും അത് ഏതൊക്കെ രീതിയിൽ എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 9 പഠിക്കുന്നത്. യൂണിറ്റ് 10 ഇഷ്യൂ ആൻഡ് അലോക്കേഷൻ ഓഫ് ഷെയർസിനെ അവരെങ്ങനെ ഇഷ്യൂ ചെയ്യുന്നു, എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു. യൂണിറ്റ് 11 ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർ. യൂണിറ്റ് 12 മെമ്പർഷിപ്പ് ഓഫ് എ കമ്പനി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് 3 പഠിക്കുന്നത്. അടുത്തത് ബ്ലോക്ക് 4 ആണ്. കമ്പനി മാനേജ്മെന്റ്. കമ്പനി എങ്ങനെ നമ്മൾ മാനേജ് ചെയ്ത് പോകുന്ന അവിടുത്തെ അതോറിറ്റി അല്ലെങ്കിൽ സ്ട്രക്ചറൈസേഷനെ പറ്റിയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. അപ്പൊ യൂണിറ്റ് 30 ഡയറക്ടർ എന്താണ്, ഒരു കമ്പനിയുടെ ഡയറക്ടർ ആരാണ്, അദ്ദേഹത്തിന്റെ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ്, അദ്ദേഹത്തെ എങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 30 പഠിക്കുന്നത്. യൂണിറ്റ് 14 മാനേജറിയൽ റിമ്യൂണറേഷൻ, മാനേജർ പൊസിഷനിലുള്ള ആൾക്കാരുടെ സാലറി സ്ട്രക്ചറും കാര്യങ്ങളും എങ്ങനെയാണെന്നാണ് നമ്മൾ യൂണിറ്റ് 14 പഠിക്കുന്നത്. യൂണിറ്റ് 15 കമ്പനി സെക്രട്ടറിയെ പറ്റിയും, അതിൽ യൂണിറ്റ് 16 മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ബോർഡ്. ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആരാണ്, കമ്പനിയുടെ ക്യാപിറ്റൽ റേസിംഗിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാപിറ്റൽ റേസിംഗിന്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. അതേപോലെ കമ്പനിയുടെ ബോർഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ബോർഡ് അതോറിറ്റീസ് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 16 നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഓവറോൾ ആയിട്ട് കമ്പനി മാനേജ്മെന്റ് ആണ് ബ്ലോക്ക് 4 നമ്മൾ പഠിക്കുന്നത്. അടുത്തത് ബ്ലോക്ക് 5 ആണ്. ഡിവിഡന്റ് അക്കൗണ്ട് ഓഡിറ്റ് ആൻഡ് വൈൻഡിങ് അപ്പ്. ഒരു കമ്പനിയുടെ ഡിവിഡന്റ്, അതുപോലെ അക്കൗണ്ട് മെയിൻ്റെനൻസ്, ഓഡിറ്റിങ്ങും അതുപോലെ ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് 5 നമ്മൾ പഠിക്കുന്നത്. അപ്പൊ യൂണിറ്റ് 17 നമുക്ക് ഡിവിഡന്റ് എന്താണെന്ന്, യൂണിറ്റ് 8 കമ്പനി അക്കൗണ്ട് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും, യൂണിറ്റ് 19 ഓഡിറ്റിംഗ് എങ്ങനെയെന്നും, യൂണിറ്റ് 20 വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. അപ്പൊ ഒരു കമ്പനിയുടെ ഫോർമേഷൻ തൊട്ട് വൈൻഡിങ് അപ്പ് വരെ പഠിക്കുന്ന സബ്ജക്റ്റ് ആണ്, കോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് കമ്പനി ലോ എന്ന് പറയുന്നത്. അടുത്ത നമ്മളുടെ കോഴ്സ് ആണ് ഇൻകം ടാക്സ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. BCOC 136 ആണ്. അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 6. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ആണ്. ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ആണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് 4 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ് പാർട്ട് 1, യൂണിറ്റ് 2 എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ് പാർട്ട് 2, യൂണിറ്റ് 3 എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി, ആൻഡ് യൂണിറ്റ് 4 എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് ഇൻകം ആണ്. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. ഫണ്ടമെന്റൽസ് ആണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. യൂണിറ്റ് 2 നമുക്ക് സാലറീസ് ആണ്. അത് 3 യൂണിറ്റിൽ നമ്മൾ സാലറീസിനെ ബേസ് ചെയ്താണ് പഠിക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. അപ്പൊ യൂണിറ്റ് 5, 6, 7 എന്ന് പറഞ്ഞാൽ സാലറി സ്ട്രക്ചറും കാര്യങ്ങളും അല്ലെ സാലറിയുടെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ബ്ലോക്കിൽ, സെക്കൻഡ് ബ്ലോക്കിൽ എൻറ്റയർലി നമ്മൾ പഠിക്കുന്നത്. അടുത്തത് ബ്ലോക്ക് 3 ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. അവിടെ നമുക്ക് 4 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 8 ഇൻകം ഫ്രം ഹൗസ് പാർട്ടി, യൂണിറ്റ് 9 ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ദെൻ യൂണിറ്റ് 10 ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ പാർട്ട് 2, ദെൻ യൂണിറ്റ് 3 ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. മീൻസ് ഇതിൽ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നത് നമ്മൾ റേസ് ചെയ്യുന്ന ഇൻകം എന്താണ്, ആ ഇൻകത്തിനെ ബേസ് ചെയ്ത് നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് 3 പഠിക്കുന്നത്. ബ്ലോക്ക് 4 ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സസ് ആണ്. അവിടെ നമുക്ക് 3 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 12 നമുക്ക് ക്യാപിറ്റൽ ഗെയിൻസ് എന്താണെന്നും, യൂണിറ്റ് 13 ഇൻകം ഫ്രം അതർ സോഴ്സസും, യൂണിറ്റ് 14 നമുക്ക് അഗ്രിഗേഷൻ ഓഫ് ഇൻകം ആണ്. അവിടെ നമുക്ക് എന്താണ് എല്ലാ ക്ലബിംഗ് ആയിട്ടുള്ള മൊത്തത്തിലുള്ള ഇൻകത്തിനെ ബേസ് ചെയ്താണ് നമ്മൾ യൂണിറ്റ് 14 പഠിക്കുന്നുണ്ടാവുക. Then ബ്ലോക്ക് 5 ആണ്. കൺസെപ്ഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ആണ്. അവിടെ നമുക്ക്
6 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 15 ആണ്. അവിടെ നമ്മൾ ഡിഡക്ഷൻ ഫ്രം ദ ഗ്രോസ് ടോട്ടൽ ഇൻകം. യൂണിറ്റ് 16 അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ. യൂണിറ്റ് 17 അസസ്മെന്റ് ഓഫ് ഫേംസ്. യൂണിറ്റ് 18 ഫില്ലിംഗ് ഓഫ് റിട്ടേൺ ആൻഡ് ടാക്സ് അതോറിറ്റി. യൂണിറ്റ് 19 ഓൺലൈൻ ഫില്ലിംഗ് ഓഫ് റിട്ടേൺ. യൂണിറ്റ് 20 ലീഡിംഗ് കേസസ് ഡിസൈഡഡ് ബൈ ദ സുപ്രീം കോർട്ട്. ഇത് നല്ല രീതിയിൽ ഒരു എന്താണ് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ്. അടുത്ത നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ ആണ്. BEGLA 137 എന്നാണ് സബ്ജക്റ്റിന്റെ കോഡ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ അവിടെ നമുക്ക് ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻ ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ത്രൂ വൊക്കാബുലറി. വൊക്കാബുലറിയുടെ ബേസിസിൽ ലാംഗ്വേജും ലിറ്ററേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കുന്നതാണ് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് 4 യൂണിറ്റ് ആണുള്ളത്. ഫസ്റ്റ് യൂണിറ്റിൽ ലിറ്ററൽ വേഴ്സസ് മെറ്റമോർഫിക്കൽ മീനിങ്. യൂണിറ്റ് 2 എക്സ്റ്റൻഷൻ ഓഫ് മീനിങ്. യൂണിറ്റ് 3 മൾട്ടിപ്പിൾ മീനിങ്. യൂണിറ്റ് 4 സ്റ്റഡി ഓഫ് ലിറ്ററസി ടെസ്റ്റ്. അടുത്തത് നമുക്ക് ബ്ലോക്ക് 2 ആണ്. ലിറ്റററി ഡിവൈസ് ആണ് നമ്മൾ അവിടെ നോക്കുന്നത്. അവിടെ നമുക്ക് 4 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 1 സൗണ്ട് പാറ്റേൺസ്. നമ്മൾ ഓരോ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചില സൗണ്ട്സ് മീൻസ് അതിന് പ്രൊണൗൺസ് ചെയ്യുന്ന രീതി ഫോണിക്സ് ഒക്കെ ആയിരുന്നു നമുക്ക് അവിടെ പഠിക്കുന്നത്. യൂണിറ്റ് 6 നമുക്ക് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് പാർട്ട് 1. യൂണിറ്റ് 7 ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് പാർട്ട് 2. യൂണിറ്റ് 8 ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് പാർട്ട് 3 ആണ് നമുക്ക് ബ്ലോക്ക് 2 പഠിക്കാനുള്ളത്. അടുത്തത് ബ്ലോക്ക് 3 സ്ട്രക്ചറൽ വേർഡ്സിൽ നമ്മൾ നോക്കുന്നത്. അവിടെ നമുക്ക് 4 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. വേർഡ്സിനെ സ്ട്രക്ചറൈസ് ചെയ്യുന്നത് സെന്റൻസ് മേക്ക് ചെയ്തില്ലേ അതിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ്. അപ്പൊ യൂണിറ്റ് 9 സ്ട്രക്ചർ വേർഡ് പാർട്ട് 1. യൂണിറ്റ് 10 സ്ട്രക്ചർ വേർഡ് 2 ഓക്സിലറീസ്. ദെൻ യൂണിറ്റ് 11 സ്ട്രക്ചർ വേർഡ്സ് ഇൻ ഡിസ്ക്ലോസ് പാർട്ട് 1. യൂണിറ്റ് 12 സ്ട്രക്ചറൽ വേർഡ്സ് ഇൻ ഡിസ്ക്ലോസ് പാർട്ട് 2. അടുത്തത് ബ്ലോക്ക് 4 ആണ്. റെട്രിയോക്കൽ ഡിവൈസ് ആണ്. അവിടെ നമുക്ക് 5 യൂണിറ്റുകളാണുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് 13 ആണ് ഇൻട്രൊഡക്ഷൻ ഓഫ് റിട്രോക്സ്. യൂണിറ്റ് 14 സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ. യൂണിറ്റ് 15 യൂസ് ഓഫ് റെപ്പിറ്റേഷൻ. ആൻഡ് യൂണിറ്റ് 16 യൂസ് ഓഫ് ക്വസ്റ്റ്യൻസ്. യൂണിറ്റ് 17 ഡൂയിങ് തിങ്സ് വിത്ത് ലാംഗ്വേജ് പൊളൈറ്റ്നെസ്. ഇത്രയാണ് നമുക്ക് ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ. ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഒരു അഡ്വാൻസ്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ എന്താണ്, എലമെന്റ്സ് എന്താണ്, ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ അതേപോലെ തന്നെ നമുക്ക് വർക്ക് പ്ലേസും അതുപോലെ ഡെയിലി ലൈഫും ഇംഗ്ലീഷിന്റെ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻസ് വൈസ് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു വേറെ ഒരു പതിപ്പാണ് നമുക്ക് ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സെന്റൻസ് മേക്ക് ചെയ്യണം, സെന്റൻസിനെ എങ്ങനെ സ്ട്രക്ചറൈസ് ചെയ്യുന്നു, അതേപോലെ എങ്ങനെ വൊക്കാബുലറീസ് നമ്മൾ യൂസ് ചെയ്യുന്നു, അങ്ങനെ ഫോണിക്സ്, പ്രൊണൗൺസിയേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു പേപ്പറാണ് ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് തേർഡ് സെമസ്റ്ററിലെ ലാസ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ആപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് BCOS 183 ആണ്. കോഴ്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. അവിടെ ഫസ്റ്റ് ബ്ലോക്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിന്റെ ഫണ്ടമെന്റൽ മീൻസ് എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻ, എന്താണ് അതുപോലെ വെബ് ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പിന്നെ ബേസിക് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് മീൻസ് യൂണിറ്റ് 4 യൂണിറ്റ് ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ നമ്മൾ കൊടുക്കുന്നു. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ബിസിനസ്സിൽ കമ്പ്യൂട്ടറിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ വെബ് ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ബേസിക് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ നോക്കുന്നത് ഡേറ്റ ഹാൻഡ്ലിംഗ് ആണ്. അവിടെ യൂണിറ്റ് നമുക്ക് 4 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 5 ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം. യൂണിറ്റ് 6 IT എന്ന് വെച്ചാൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഇൻ ബിസിനസ്. അതേപോലെ യൂണിറ്റ് 7 ഇന്റർനെറ്റ് സർവീസ് ആൻഡ് ഇമെയിൽ കോൺഫിഗറേഷൻ. യൂണിറ്റ് 8 പ്ലാസ്റ്റിക് മണി, വാലറ്റ് ആൻഡ് ഓൺലൈൻ പേ. അടുത്തത് ബ്ലോക്ക് 3 ആണ്, വേർഡ് പ്രോസസ്സിംഗ് ആണ്. അവിടെ നമുക്ക് 4 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് യൂണിറ്റിൽ ബേസിക്സ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ്. യൂണിറ്റ് 10 വർക്കിംഗ് വിത്ത് വേർഡ് പ്രോസസ്സിംഗ്.
Unit 11 advisory tools using in word processing and the Unit 12 creating business documents. അപ്പൊ ഇതിലെ പല കാര്യങ്ങളും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇമെയിൽ ഡ്രാഫ്റ്റിംഗ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ബ്ലോക്ക് 5 ആണ് പവർ പോയിന്റ് പ്രസന്റേഷൻ ആൻഡ് മൾട്ടിമീഡിയ. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സെഷൻസിൽ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതെല്ലാം എങ്ങനെയാണ് പവർ പോയിന്റിലൂടെയാണ്. ഇതുമായിട്ട് ബേസ് ചെയ്ത് ഇത് എങ്ങനെയാണ് പവർ പോയിന്റ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതേപോലെ ബേസിക് ആയിട്ടുള്ള ചില ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബേസിക് ആയിട്ട് ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത്. അവിടെ നമുക്ക് 3 യൂണിറ്റ് ആണ്. യൂണിറ്റ് 13 എന്ന് പറയുന്നത് വർക്കിംഗ് വിത്ത് പവർ പോയിന്റ്, യൂണിറ്റ് 14 എന്ന് പറയുന്നത് മൾട്ടിമീഡിയ വീഡിയോ മേക്കിംഗ് ആൻഡ് യൂട്യൂബ്, യൂണിറ്റ് 15 എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ബിസിനസ് പ്രസന്റേഷൻ. അടുത്തത് ബ്ലോക്ക് 5 ആണ് സ്പ്രെഡ്ഷീറ്റ് ആൻഡ് ബിസിനസ് ആപ്ലിക്കേഷൻ. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പൊ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബികോം കഴിഞ്ഞ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബികോം കഴിഞ്ഞ അക്കൗണ്ട്സ് ഫീൽഡിലൊക്കെ, അക്കൗണ്ട്സ് ഫീൽഡിലെന്നല്ല എല്ലാ ഫീൽഡിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആപ്ലിക്കേഷനാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഫർദർ കാൽക്കുലേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എൻറ്റയർ ഡേറ്റ നമുക്കൊരു ടേബിളൈസ് രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകണമെങ്കിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്താണ് ബ്ലോക്ക് 5 നമ്മൾ പഠിക്കുന്നത്. അവിടെ നമുക്ക് 5 യൂണിറ്റുകളാണ്. ഫസ്റ്റില് സ്പ്രെഡ്ഷീറ്റ് കോൺസെപ്റ്റ് എന്താണ്, യൂണിറ്റ് 17 ഫോർമുലാസ് ആൻഡ് ഫംഗ്ഷൻസ്, മീൻസ് സ്പ്രെഡ്ഷീറ്റിലാണ് നമ്മൾ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫോർമുല ഫംഗ്ഷൻസ് എന്തെങ്ങനെയാണ് നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. യൂണിറ്റ് 18 ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ, മീൻസ് ടേബിൾ ചാർട്ട് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യത്തില്ലേ, അതാണ് നമുക്ക് യൂണിറ്റ് 18 യൂണിറ്റ് 19 അഡ്വാൻസ് ഓപ്ഷൻസ് ഇൻ സ്പ്രെഡ്ഷീറ്റിലുള്ള അഡ്വാൻസ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നും, യൂണിറ്റ് 20 ക്രിയേറ്റിംഗ് ബിസിനസ് സ്പ്രെഡ്ഷീറ്റ്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് സ്പ്രെഡ്ഷീറ്റ് നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ലാസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് സെമ്മിലെ ഇൻകം ടാക്സ്, അതേപോലെ കമ്പനി ലോയ്, ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ, അതേപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ആണ് നമുക്ക് 3rd സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 4th സെമസ്റ്ററിലെ 4 സബ്ജക്റ്റുകളാണ്. അതിനെപ്പറ്റി പറയാനായിട്ട് ഞാൻ സ്നേഹ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു യു മാം. ഓക്കെ, നമ്മുടെ 4th സെം സബ്ജക്ട്സ് എന്ന് പറയുന്നത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് 3rd സെമസ്റ്ററിൽ ഓൾറെഡി നമ്മൾ 4 സബ്ജക്ട്സ് കണ്ടു. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മുടെ 4th സെമസ്റ്ററിലും 4 സബ്ജക്ട്സ് ആണുള്ളത്. അതിലെ ഫസ്റ്റ് വൺ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, അതിന്റെ കോഡ് BCOLA 138. ക്രെഡിറ്റ്, അതിന് വരുന്ന ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 6 ആണ്. അതായത് 6 into 30 hours ആണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബിസിനസ് കൺസെപ്റ്റ് ഓഫ് ബേസിക് കൺസെപ്റ്റ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. ഇതിനകത്ത് നമുക്ക് ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് കവർ ചെയ്യുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ആൻ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. അത് കമ്മ്യൂണിക്കേഷന്റെ ഒരു ബേസിക് ആയിട്ട് എന്താണ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ പോർഷൻസ് ഉണ്ടല്ലോ, ഒരു കുറച്ച് തിയറി പോർഷൻസ് ആയിരിക്കും ഫസ്റ്റ് യൂണിറ്റിൽ വരിക. ദെൻ സെക്കൻഡ് യൂണിറ്റിൽ വരുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ ടൈപ്സ് ഉണ്ട്, അതായത് നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്സ്, അതിന്റെ ഡീറ്റെയിൽസ്, കൈൻഡ്സ്, ഫീച്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും യൂണിറ്റ് 2 വരിക. യൂണിറ്റ് 3 ആൻ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഓൾറെഡി കമ്മ്യൂണിക്കേഷന്റെ കാര്യങ്ങൾ ആദ്യത്തെ യൂണിറ്റ്സ് പഠിച്ചെങ്കിൽ ഇനി ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ അത് ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യും. യൂണിറ്റ് 4 വരുമ്പോൾ പർപ്പസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, എന്തിനാണ് ഈ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്, അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷനും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങൾ. ദെൻ യൂണിറ്റ് 4 വരുമ്പോൾ പർപ്പസ് പറഞ്ഞു. ദെൻ യൂണിറ്റ് 5 വരുമ്പോൾ ചാനൽസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, അതായത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പല രീതിയിൽ കണ്ടക്ട് ചെയ്യാം, അതിന്റെ ചാനൽസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെ ഫോർമൽ ഇൻഫോർമൽ എന്ന രീതിയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് 1 ദെൻ ബ്ലോക്ക് 2 ബിസിനസ് കറസ്പോണ്ടൻസ് ആണ് പറയുന്നത്. ഇതിലും നമുക്ക് 5 യൂണിറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. യൂണിറ്റ് 6 എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ലെറ്റർ റൈറ്റിംഗ്. ദെൻ യൂണിറ്റ് 7 എന്ന് പറയുന്നത് ബിസിനസ് കറസ്പോണ്ടൻസ് പാർട്ട് 1. യൂണിറ്റ് 8 എന്ന് പറയുന്നത് ബിസിനസ് കറസ്പോണ്ടൻസ് പാർട്ട് 2. ദെൻ
യൂണിറ്റ് 9 മീറ്റിംഗ്സ് പാർട്ട് 1, യൂണിറ്റ് 10 എന്ന് പറയുന്നത് മീറ്റിംഗ്സ് പാർട്ട് 2. ഇതിപ്പോൾ വരുമ്പം കംപ്ലീറ്റ്ലി നമ്മളുടെ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ലെറ്റേഴ്സ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള മെയിൽസ് കാര്യങ്ങൾ വരുന്നത്, മീറ്റിംഗ്സിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് നോർമലി നമ്മളുടെ ഈ ഒരു ബ്ലോക്ക് 2-നകത്ത് ഡിസ്കസ് ചെയ്യുക. ദെൻ ബ്ലോക്ക് 3 എന്ന് പറയുന്നത് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. റിപ്പോർട്ട് റൈറ്റിംഗിൽ നമുക്ക് 3 യൂണിറ്റ്സ് ആണ് ഉള്ളത്. യൂണിറ്റ് 11 എന്ന് പറയുന്നത് ബിസിനസ് റിപ്പോർട്ട്സ്, അതായത് ബിസിനസ് റിപ്പോർട്ട്സുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, അതെന്താണ് എന്ന കാര്യങ്ങൾ യൂണിറ്റ് 11 ഡിസ്കസ് ചെയ്യും. യൂണിറ്റ് 12 ഡിസ്കസ് ചെയ്യുക പ്രോസസ് ഓഫ് റൈറ്റിംഗ് എ റിപ്പോർട്ട്, അതായത് ഒരു റിപ്പോർട്ട് റൈറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രോസസ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്. ദെൻ യൂണിറ്റ് 13 എന്ന് പറയുന്നത് പ്രിസൈസ് റൈറ്റിംഗ്, അതായത് ഇത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പഠിച്ചു, അത് എങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ജസ്റ്റ് ഫോർമാറ്റും കാര്യങ്ങളും ആയിരിക്കും യൂണിറ്റ് 13 വരുന്നത്. ദെൻ ബ്ലോക്ക് 4 എന്ന് പറയുന്നത് വൊക്കാബുലറി ഫോർ ബിസിനസ് റൈറ്റിംഗ്, അതായത് ബിസിനസ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി കാഷ്വൽ സംസാരിക്കുന്ന രീതിയിലല്ല, അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലാംഗ്വേജസ്, വേർഡ്സ്, അല്ലെങ്കിൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു വൊക്കാബുലറി സ്റ്റൈലാണ് ബ്ലോക്ക് 4 നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിനകത്ത് ടോട്ടൽ 4 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 14 എന്ന് പറയുന്നത് സം ബിസിനസ് ടേംസ്, അതായത് ബിസിനസ് ടേംസ് ഉണ്ടല്ലോ, ചില വാക്കുകൾ, വേർഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നോർമൽ യൂസ് ചെയ്യാത്ത ചില ടേംസും കാര്യങ്ങളും കൺസെപ്റ്റും യൂസ് ചെയ്യും, അതിന്റെ പാർട്ട് 1. യൂണിറ്റ് 15 എന്ന് പറയുന്നത് സം ബിസിനസ് ടേംസിന്റെ പാർട്ട് 2. ദെൻ യൂണിറ്റ് 16 വരുന്ന വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, അതായത് നമുക്ക് ചില കൺഫ്യൂസ്ഡ് തോന്നുന്ന ചില വേർഡ്സ്, അതായത് ടഫായിട്ടുള്ള ചില വേർഡ്സ് ഒക്കെ ഉണ്ട്, നമ്മൾ ഒഫീഷ്യൽ മെയിൽസോ ലെറ്റേഴ്സോ ഒക്കെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും ഇതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചിരി ടഫായിട്ട് നമുക്ക് തോന്നുന്ന ചില വേർഡ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂസ് ചെയ്യുന്ന വേർഡ്സും അതിന്റെ മീനിങ്സ്, അതിന്റെ യൂസേജ് എവിടൊക്കെയാണ് എന്ന രീതി. ദെൻ യൂണിറ്റ് 17 എന്ന് പറയുന്നത് വേർഡ്സ് ഓഫൺ മിസ്പെൽഡ്, അതായത് നമുക്ക് ചില മീനിങ് നമുക്ക് എന്താണ് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള ചില വേർഡ്സ് കാര്യങ്ങളൊക്കെ കാണുമല്ലോ ഈ ബിസിനസ് ലെറ്റേഴ്സിലും ഒക്കെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 17 വരിക. ദെൻ ബ്ലോക്ക് 5 എന്ന് പറയുന്നത് കോൺഫറൻസിങ് ആൻഡ് പ്രിപ്പയറിംഗ് ഓഫ് ഓർ ജോബ് മാർക്കറ്റ്, അതായത് നമുക്ക് ജോബ് മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഒഫീഷ്യലായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ബ്ലോക്ക് 5 വരിക. അതിനകത്ത് ടോട്ടൽ 2 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 18 എന്ന് പറയുന്ന വോയിസ് മെയിൽ, വീഡിയോ കോൺഫറൻസിങ്, കോൺഫറൻസ് കോൾസ്, അതായത് വോയിസ് മെയിൽ എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെ കണ്ടക്ട് ചെയ്യണം, വീഡിയോ കോൺഫറൻസിങ് എങ്ങനെയാണ്, കോൺഫറൻസ് കോൾസ് എങ്ങനെയാണ്. ദെൻ യൂണിറ്റ് 19 വരുന്ന പ്രിപ്പയറിംഗ് ഫോർ ജോബ് മാർക്കറ്റ്, അതായത് ജോബ് മാർക്കറ്റിംഗിന് വേണ്ടിയുള്ള എങ്ങനെ വേണം ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പ്രിപ്പയർ ചെയ്യാൻ, അതായത് ഒരു ജോബ് അഡ്വർടൈസ്മെന്റോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് അതിനകത്തെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് അല്ലെങ്കിൽ വേർഡ്സ്, ഒരു ഫോർമാറ്റ് എങ്ങനെ ആയിരിക്കണം എന്ന കാര്യങ്ങളാണ് ലാസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുക. ദെൻ നമ്മൾ നോക്കുന്നത് നമ്മളുടെ സെക്കൻഡ്, അതായത് നമ്മളുടെ ഫോർത്ത് സെമ്മിലെ സെക്കൻഡ് പേപ്പറാണ് കോർപ്പറേറ്റ് അക്കൗണ്ട്. ഇത് കംപ്ലീറ്റ്ലി നമ്മളുടെ പ്രോബ്ലം പേപ്പറാണ്. BCOC 137 എന്നാണ് ഇതിന്റെ കോഴ്സ് കോഡ് വരിക. ഇതിനു മുമ്പേ പറഞ്ഞ പോലെ തന്നെ 6 ക്രെഡിറ്റ്സ് ആണുള്ളത്, അതായത് 6 into 30 hours ആണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. ഇതിന്റെ ബ്ലോക്സ് നോക്കാം. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് കമ്പനി അക്കൗണ്ട്സ് പാർട്ട് 1 ആണ്. അതായത് നമ്മൾ കമ്പനി അക്കൗണ്ട്സ്, അതായത് നമ്മൾ സാധാരണ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചത്. അപ്പൊ അതല്ലാതെ നമ്മളുടെ നോർമൽ അക്കൗണ്ട്സ് ആയിരുന്നു അന്നേരം പഠിച്ചത്. ഇനി കമ്പനി അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ ഉള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് 5 യൂണിറ്റിലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ജനറൽ ഇൻട്രൊഡക്ഷൻ, അതായത് കമ്പനി അക്കൗണ്ട്സ് എന്താണ്, എവിടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ യൂണിറ്റ് 1 പറയുന്നു. യൂണിറ്റ് 2 വരുന്ന സമയത്ത് അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ, അതായത് ഷെയർ ക്യാപിറ്റൽ എന്താണ്, ഷെയർ ക്യാപിറ്റൽ വരുമ്പോൾ അതിനെ എങ്ങനെ അക്കൗണ്ട്സിലോട്ട് അപ്ലൈ ചെയ്യണം, അതിന്റെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ യൂണിറ്റ് 2 വരുന്നു. യൂണിറ്റ് 3 വരുമ്പോൾ ബൈബാക്ക് ഓഫ് ഷെയർസ്, അതായത് ഷെയർസ് ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ അക്കൗണ്ട്സിൽ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യണം, അതിന്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും. ദെൻ യൂണിറ്റ് 4 വരുന്ന സമയത്ത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, അതായത് പ്രിഫറൻസ് ഷെയർസ് എന്തെങ്കിലും റെഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അക്കൗണ്ട്സിൽ എങ്ങനെയാണ് അത് കാണിക്കുന്നത്, നമ്മൾ എവിടൊക്കെയാണ് അതിന്റെ പോസ്റ്റിംഗ് വരിക, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നു. ദെൻ യൂണിറ്റ് 5 വരുമ്പോൾ ഇഷ്യൂസ് ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, അതായത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതും റെഡീം ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളെല്ലാം യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് കമ്പനി അക്കൗണ്ട്സ്
2 ആണ്. ഇതിനകത്ത് ടോട്ടൽ 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 6 എന്ന് പറയുന്നത് ഫൈനൽ അക്കൗണ്ട്സ് 1, യൂണിറ്റ് 7 എന്ന് പറയുന്നത് ഫൈനൽ അക്കൗണ്ട്സ് പാർട്ട് 2. അതായത് കമ്പനി അക്കൗണ്ട്സിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം പഠിച്ചിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ലാസ്റ്റ് ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അത് ഡീറ്റെയിൽഡ് പോർഷൻ ആയതുകൊണ്ട് രണ്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിരിക്കുവാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ യൂണിറ്റ് 6ലും ബാക്കി നമ്മൾ യൂണിറ്റ് 7ലുമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ദെൻ യൂണിറ്റ് 8 വരുമ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ എന്തെല്ലാം കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ എന്തെല്ലാമാണ് വരുന്നത്, എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന കാര്യങ്ങളായിരിക്കും യൂണിറ്റ് 8ൽ വരിക. ദെൻ നെക്സ്റ്റ് ബ്ലോക്ക് വരുന്നത് ഹോൾഡിംഗ് കമ്പനീസ് ആൻഡ് വാലുവേഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഗുഡ്വിൽ. അതായത് ഹോൾഡിംഗ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെയർസും ഗുഡ്വില്ലും എങ്ങനെ വാല്യൂ ചെയ്യണം, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ ഈ ബ്ലോക്ക് 3ൽ ഡിസ്കസ് ചെയ്യുക. ഇത് ടോട്ടലി ഈ 3 പോർഷൻസിനെ 3 യൂണിറ്റ് ആയിട്ടാണ് ഇതിനകത്ത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 10 വരുന്ന സമയത്ത് അക്കൗണ്ട്സ് ഓഫ് ഹോൾഡിംഗ് കമ്പനീസ് പാർട്ട് 2, അതായത് ഹോൾഡിംഗ് കമ്പനീസിന്റെ അക്കൗണ്ട്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ കാണിക്കുന്നത് എന്നതായിരിക്കും യൂണിറ്റ് 10ൽ വരിക. യൂണിറ്റ് 11ൽ വരുന്നത് വാലുവേഷൻ ഓഫ് ഗുഡ്വിൽ, അതായത് ഗുഡ്വിൽ എന്താണ്, അല്ലെങ്കിൽ ഗുഡ്വിൽ എങ്ങനെ വാല്യൂ ചെയ്യണം. ദെൻ യൂണിറ്റ് 12 വരുന്നത് വാലുവേഷൻ ഓഫ് ഷെയർസ്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് വരുന്നത് ബ്ലോക്ക് 4 ആണ് വരുന്നത്. ബ്ലോക്ക് 4ൽ അമാൽഗമേഷൻ ഓഫ് കമ്പനീസ്. അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അമാൽഗമേഷന്റെ കമ്പനീസ് എങ്ങനെയാണ് അക്കൗണ്ട്സിൽ വരിക എന്നതായിരിക്കും അവിടെ പറയുക. അതിനകത്ത് 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 13ൽ വരുന്നത് അമാൽഗമേഷൻ ഓഫ് കമ്പനീസിന്റെ ബേസിക് കൺസെപ്റ്റും, യൂണിറ്റ് 14ൽ വരുന്നത് അമാൽഗമേഷൻ ഓഫ് കമ്പനീസിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നും, ദെൻ യൂണിറ്റ് 15 വരുന്ന സമയത്ത് ഇന്റേണൽ റീകൺസ്ട്രക്ഷനുമാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 3 യൂണിറ്റ്സ് ആണ് ഇതിനകത്ത് കവർ ചെയ്യുന്നത്. അക്കൗണ്ടിങ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണ്. ബാങ്കിങ് കമ്പനീസിൽ ടോട്ടൽ നമുക്ക് 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. 4 യൂണിറ്റ്സിൽ യൂണിറ്റ് 16 എന്ന് പറയുന്നത് ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് കമ്പനീസ് ബേസിക് കൺസെപ്റ്റ്. ദെൻ യൂണിറ്റ് 17ൽ വരുന്നത് അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആയിരിക്കും വരുന്നത്. ദെൻ യൂണിറ്റ് 18ൽ വരുന്നത് കൊമേഴ്സ്യൽ ബാങ്കും, യൂണിറ്റ് 19ൽ വരുന്നത് നോൺ പെർഫോമിംഗ് അസറ്റ്സും. ഇങ്ങനെ 5 ബ്ലോക്കുകളാണ് നമ്മളുടെ ഈ ഒരു കോർപ്പറേറ്റ് അക്കൗണ്ട്സിൽ വരുന്നത്. ദെൻ നമ്മളുടെ നെക്സ്റ്റ് സബ്ജക്റ്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇതും ഒരു പ്രോബ്ലം പേപ്പർ ആണ്. ഇതിനകത്ത് നമ്മളുടെ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് BCOC 130. നമുക്ക് 2 യൂണിറ്റുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബേസിക് കൺസെപ്റ്റ് ആണ് ഈ ബ്ലോക്ക് 1ൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ നേച്ചർ എന്താണ്, അതിന്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ സ്കോപ്പ് ഏതൊക്കെയാണ് എന്ന ഡീറ്റെയിൽസ്. യൂണിറ്റ് 2ൽ വരുന്നത് കോസ്റ്റ് കൺസെപ്റ്റ് എന്താണെന്നും അതിന്റെ അസർടൈൻമെന്റ്, കോസ്റ്റ് കൺസെപ്റ്റ് ആൻഡ് ഇറ്റ്സ് അസർടൈൻമെന്റ് ആയിരിക്കും നമ്മുടെ യൂണിറ്റ് 2ൽ ഡിസ്കസ് ചെയ്യുക. ദെൻ ബ്ലോക്ക് 2 വരുമ്പോൾ മെറ്റീരിയൽ ആൻഡ് ലേബർ ആണ് ബ്ലോക്ക് 2ൽ വരിക. അതായത് മെറ്റീരിയൽ ആയിട്ട് റിലേറ്റ് ചെയ്ത അക്കൗണ്ട്സ് കാര്യങ്ങളും ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മളുടെ ഈ ഒരു ബ്ലോക്ക് 2ലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മൊത്തത്തിൽ 5 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ് ആൻഡ് ഇഷ്യൂ. അതായത് മെറ്റീരിയൽ എങ്ങനെ പ്രൊക്യൂർ ചെയ്യും, സ്റ്റോറേജ് ചെയ്യും, ഇഷ്യൂ ചെയ്യും, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ വരുന്നു. ദെൻ യൂണിറ്റ് 4 വരുമ്പോൾ ഇൻവെന്ററി കൺട്രോൾ. എങ്ങനെയാണ് ഇൻവെന്ററി കൺട്രോൾ, എന്താണ് ഇൻവെന്ററി കൺട്രോൾ, അതിന്റെ മാനേജ്മെന്റും കാര്യങ്ങളും ഒക്കെ വരുന്നു. ദെൻ യൂണിറ്റ് 5 വരുമ്പോൾ പ്രൈസിങ് ദ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ. അതായത് നമ്മൾ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രൈസിങ്ങും ഡീറ്റെയിൽസും യൂണിറ്റ് 5ൽ ഡിസ്കസ് ചെയ്യുന്നു. ദെൻ യൂണിറ്റ് 6 വരുമ്പോൾ ലേബർ, അല്ലെങ്കിൽ ലേബറുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്, അതായത് ലേബർ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നമ്മൾ അക്കൗണ്ടിങ്ങിലോട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്ന ഡീറ്റെയിൽസ് അതിൽ യൂണിറ്റ് 6ൽ വരുന്നു. ദെൻ യൂണിറ്റ് 7 വരുന്ന സമയത്ത് അക്കൗണ്ടിങ്, ഓക്കെ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ്സ്, അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്സ്, ദെൻ മെഷീൻ അവർ റേറ്റ് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നും, ലാസ്റ്റ് യൂണിറ്റിൽ ട്രീറ്റ്മെന്റ് ഓഫ് അതർ ഓവർ ഹെഡ്സ് ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് അലോക്കേഷൻ. ഇങ്ങനെ 4 യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് 3ൽ വരിക. ദെൻ ബ്ലോക്ക് 4 എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ഇതിനകത്താണ് ഇച്ചിരി കൂടുതൽ യൂണിറ്റ്സ് വരുന്നുണ്ട്. അതായത് യൂണിറ്റ് 12 എന്ന് പറയുന്നത് യൂണിറ്റ് കോസ്റ്റിംഗ്. കുഞ്ഞു യൂണിറ്റ്സുകളുടെ എണ്ണം കൂടുതലാണെങ്കിലും ചെറിയ ചെറിയ പോർഷൻസ് ആണ് ഇതിനകത്ത് ഓരോന്നും വരുന്നത്. യൂണിറ്റ് 12 എന്ന് പറയുന്നത് യൂണിറ്റ് കോസ്റ്റിംഗ് ആണ്, എങ്ങനെയാണ് യൂണിറ്റ് കോസ്റ്റിംഗ് ചെയ്യുക. ദെൻ യൂണിറ്റ് 13 എന്ന് പറയുന്നത് ജോബ് കോസ്റ്റിംഗ് എന്താണ്, അതിന്റെ അക്കൗണ്ട്സ് എങ്ങനെയാണ് ചെയ്യുക. ദെൻ യൂണിറ്റ് 14 എന്ന് പറയുന്നത് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണ്,
ദെൻ 15 പ്രോസസ് കോസ്റ്റിംഗ് എന്താണ്, അതിന്റെ കൺസെപ്റ്റും അതിന്റെ അക്കൗണ്ട്സും. യൂണിറ്റ് 16 ജോയിന്റ് പ്രൊഡക്ട്സ് എന്താണ്, ബൈ പ്രൊഡക്ട്സ് എന്താണ് എന്ന ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യുന്നു. യൂണിറ്റ് 17 വരുമ്പോൾ വാലുവേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനമുണ്ട്, ദെൻ സോൾഡ് ഔട്ട് ചെയ്ത സാധനമുണ്ട്, അതല്ലാതെ ഇൻ ബിറ്റ്വീൻ ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പൊ ആ സ്റ്റേജിലുള്ള നമ്മളുടെ പ്രൊഡക്ട്സിനെ എങ്ങനെ വാല്യൂ ചെയ്യണം എന്നത് യൂണിറ്റ് 17 ഡിസ്കസ് ചെയ്യുന്നു. ദെൻ യൂണിറ്റ് 18 വരുമ്പോൾ സർവീസ് കോസ്റ്റിംഗ് ആണ് വരുന്നത്. ലാസ്റ്റ് യൂണിറ്റിൽ റിക്കൺസിലേഷൻ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് വരിക. നെക്സ്റ്റ് വരുന്ന നമ്മളുടെ ഇ കൊമേഴ്സ് ആണ്. ഇ കൊമേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ തിയറി പേപ്പർ ആണ്. BCOS 184 എന്നാണ് നമ്മളുടെ കോഴ്സ് കോഡ് വരിക. ക്രെഡിറ്റ് 4 ആണ്, അതായത് നമ്മൾക്ക് മറ്റേ സബ്ജക്റ്റുകൾക്ക് വന്നതിന്റെ അത്രയും നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. 4 into 30 hours ആണ് ഈ ഒരു സബ്ജക്റ്റിന് നമ്മൾ സ്പെൻഡ് ചെയ്യുക. അതിന്റെ ഫസ്റ്റ് ബ്ലോക്ക് നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1, ബേസിക് ഓഫ് ഇ കൊമേഴ്സ്. അത് ഇ കൊമേഴ്സ് എന്താണ് ഏതാണെന്നുള്ള കുറച്ച് ബേസിക് കൺസെപ്റ്റുകളാണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുക. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ആയിരിക്കും യൂണിറ്റ് 1. യൂണിറ്റ് 2 വരുമ്പോൾ ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽസ്, അതായത് ഇ കൊമേഴ്സിന് കുറച്ച് ബിസിനസ് മോഡൽസും ടൈപ്സും ഉണ്ട്, അത് അവിടെ ഡിസ്കസ് ചെയ്യും. യൂണിറ്റ് 3 വരുന്ന സമയത്ത് ടെക്നോളജി യൂസ്ഡ് ഇൻ ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സും അല്ലെങ്കിൽ ടെക്നോളജീസ് ഉണ്ട്, അത് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ്. ലാസ്റ്റ് യൂണിറ്റിൽ ഇലക്ട്രോണിക് ഗവേണൻസ്, അതായത് ഇതിനകത്ത് ഇലക്ട്രോണിക് ഗവേണൻസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന ഡീറ്റെയിൽസ് വരുന്നു. ബ്ലോക്ക് 2 വരുമ്പോൾ ഈ പേയ്മെന്റ് സിസ്റ്റം ആണ് വരുന്നത്. അതായത് യൂണിറ്റ് 5 ഇ പേയ്മെന്റ് ആണെന്നും അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും വരുന്നു. അതേപോലെ തന്നെ യൂണിറ്റ് 6 വരുമ്പോൾ ഇ ബാങ്കിങ്, അതായത് ഇന്റർനെറ്റ് ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, ഇലക്ട്രോണിക് ബാങ്കിങ് സിസ്റ്റം എല്ലാം തന്നെ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു. ബ്ലോക്ക് 3 വരുമ്പോൾ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഹോസ്റ്റിംഗ്, അതായത് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, അത് ഹോസ്റ്റിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അതിനകത്ത് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് യൂണിറ്റ് 7 വരുന്നത് 3 യൂണിറ്റ്സ് ആണ് ഇതിനകത്ത് ടോട്ടൽ വരുന്നത്. ഓക്കെ, അതിനകത്ത് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആണ് യൂണിറ്റ് 7 വരിക. യൂണിറ്റ് 8 വരുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സ് സോഫ്റ്റ്വെയറും. യൂണിറ്റ് 9 വെബ് സെർവർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഇങ്ങനെ 3 യൂണിറ്റ്സ് ആണ് ടോട്ടലി ബ്ലോക്ക് 3 വരിക. ദെൻ ബ്ലോക്ക് 4 എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി ആൻഡ് IT ആക്ട്. അതിനകത്ത് മൊത്തത്തിൽ നമുക്ക് 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 10 എന്ന് പറയുന്ന സൈബർ സെക്യൂരിറ്റി, യൂണിറ്റ് 11 എന്ന് പറയുന്ന സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ്. ദെൻ യൂണിറ്റ് 12 വരുന്നത് IT ആക്ട് 2000. ദെൻ ബ്ലോക്ക് 5 വരുന്നത് ഓൺലൈൻ പോർട്ടൽ ആൻഡ് ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഇതിനകത്തും ടോട്ടൽ 3 യൂണിറ്റ്സേ വരുന്നുള്ളൂ. ഇ-ടെയിലിംഗ്, ഇ സർവീസസ്, ആപ്പ് ബേസ്ഡ് കൊമേഴ്സ്, ഇങ്ങനെ 3 യൂണിറ്റ്സ് ആണ് ലാസ്റ്റ് ബ്ലോക്കിലുള്ളത്. ടോട്ടൽ ഒരു ഇ കൊമേഴ്സ്, അതായത് നമ്മൾ ഇലക്ട്രോണിക് കൊമേഴ്സ് ഉപയോഗിച്ച് നമ്മൾ മാർക്കറ്റ് ചെയ്താലുള്ള കുറച്ച് സ്ട്രീംസ് കാര്യങ്ങൾ, അതിന്റെ ആപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു ഇ കൊമേഴ്സിൽ വരിക. ദെൻ ഇത്രത്തോളമാണ് നമ്മളുടെ 4 സബ്ജക്ട്സ് എന്ന് പറയുന്നത്. അതായത് 4th സെമ്മിലെ 4 സബ്ജക്ട്സ്. ഇങ്ങനെ 8 സബ്ജക്റ്റുകളാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി അറിയാം, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ അപ്ലൈ ചെയ്തവരാണ്, നമ്മൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തിയറി എക്സാംസ് എഴുതിയിട്ടുണ്ട് എങ്കിൽ പോലും ചിലർക്കെങ്കിലും സ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ, ഇനി അല്ല എങ്കിൽ ഫസ്റ്റ് ഇയർ എക്സാംസ് അറ്റൻഡ് ചെയ്യാതെ കമ്പൈൻ ചെയ്ത് ഇപ്പോൾ എഴുതാനൊക്കെ ഡിസംബറിൽ എക്സാം എഴുതാനിരിക്കുന്നവരുണ്ടല്ലോ, അപ്പം അവർക്കൊരു ജനറൽ അവയർനെസ്സിനായിട്ട് ഒന്നുകൂടെ പറയാം. നമുക്ക് നോർമലി അസൈൻമെന്റ്സ് ഉണ്ടെന്ന് അറിയാം. ആ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ എന്താണ്, സ്റ്റഡി സെന്ററിലാണ് പോയി നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സ്റ്റഡി സെന്റർ ഏതാണോ അവിടാണ് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഈ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് വരിക. ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറി ക്വസ്റ്റ്യൻസും ഉണ്ട്, ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസും ഉണ്ട്. ദെൻ ഇത് സബ്മിറ്റ് ചെയ്യുന്നത് ഹാൻഡ് റിട്ടൺ ഫോമിലാണ്. അതായത് ഇഗ്നോർ സ്റ്റഡി സെന്ററിൽ നമ്മൾ എന്നാണോ നമ്മളുടെ ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് പറയുക, അതിന് മുമ്പായിട്ട് നമ്മൾ ഹാൻഡ് റിട്ടൺ ഫോമിൽ ഇത് സബ്മിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ഈ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റ്സിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി അല്ലെങ്കിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് നമ്മൾ ഫ്യൂച്ചർ റെക്കോർഡിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ദെൻ സബ്മിഷൻ അക്നോളജ്മെന്റ് റെസിപ്റ്റ്, അതായത് നമ്മളുടെ ഒരു റെസിപ്റ്റ് ഉണ്ടല്ലോ, ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പ് നമ്മൾ കമ്പൽസറി ആയിട്ട് അവരുടെ സൈനും സീലും മേടിച്ച് നമ്മളുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അതായത് അതിന്റെ കോർഡിനേറ്ററിന്റെ കറക്റ്റ് സീലും സൈനും ഒക്കെ മേടിച്ച് വേണം കയ്യിൽ സൂക്ഷിക്കാൻ. കാരണം ഫർദർ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് നമ്മുടെ മാർക്ക് ഒന്ന് അപ്ലോഡ് ചെയ്തില്ല അല്ലെങ്കിൽ മാർക്കിന് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു റെഫറൻസിന് വേണ്ടി എവിടെയും യൂസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു സ്ലിപ്പിന്റെ അത്യാവശ്യമായിട്ട് നമ്മൾ ഇതോടെ
അറ്റാച്ച് ചെയ്തായിരിക്കും നമ്മളൊരു മെയിലോ ഒരു റിക്വസ്റ്റോ എന്തെങ്കിലും ഒരു ഇത് വെക്കുക. അപ്പം ഇത് മസ്റ്റായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തോണം. ദെൻ വരുന്നത് വിത്തിൻ 1 മന്ത്, അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് വിത്തിൻ 1 മന്ത് നമുക്ക് ഈ ഒരു സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റ്സ് നമുക്ക് തിരിച്ചു മേടിക്കാം. തിരിച്ച് അങ്ങനെ കിട്ടുന്ന അസൈൻമെന്റ്സിനെ പറയുന്നതാണ് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ്, അതായത് വാല്യൂ ചെയ്ത അസൈൻമെന്റ്സ്. അതിന് TMA എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ അസൈൻമെന്റ് പാസ്സാകണമെങ്കിൽ നമുക്ക് മിനിമം 35% മാർക്ക് വേണം, എന്നാലേ നമുക്ക് തിയറി എക്സാംസ് അപ്പിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അല്ല എങ്കിൽ അസൈൻമെന്റ്സിന് പാസ്സായില്ല എങ്കിൽ, അതായത് 35% മേളിൽ മാർക്ക് കിട്ടിയില്ല എങ്കിൽ എന്താണ്, നെക്സ്റ്റ് അക്കാഡമിക് സെഷനിൽ നമ്മൾ വീണ്ടും റീസബ്മിറ്റ് ചെയ്യേണ്ടി വരും അസൈൻമെന്റ്സ്. ദെൻ നമ്മൾ നോക്കുന്നത് തിയറി എക്സാംസ്. ഇപ്പൊ നോർമലി ജൂണിൽ എക്സാം എഴുതിയവർക്ക് ഒരു ഐഡിയ കാണും. ഇനി സ്റ്റിൽ ഡിസംബറിലാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കൺസിഡർ ചെയ്ത് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ജൂണും ഡിസംബറുമാണ് നോർമലി നമ്മുടെ TE അല്ലെങ്കിൽ തിയറി ടേം ആൻഡ് എക്സാംസ് നടക്കുക. അതിനകത്ത് കോഴ്സ് വർക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു അസൈൻമെന്റ്സിന് പാസ് മാർക്കും കിട്ടിയാലാണ് നമുക്ക് ഇതിനൊരു എലിജിബിൾ, അതായത് തിയറി എക്സാം എഴുതാൻ നമ്മൾ എലിജിബിൾ ആകുക. നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് വെക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ നോർമലി ജൂൺ എക്സാം എഴുതുന്നെങ്കിൽ 31 മാർച്ചും ഡിസംബർ എക്സാം ആണെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് ആണ് പറയുന്നത്, ഒരു സെപ്റ്റംബർ 30th ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഒരു ഫൈനൽ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് നോർമലി വരാറുള്ളത്. ഇതിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഫിൽ ഔട്ട് ചെയ്യുക. ദെൻ ഇതിനും ഒരു മിനിമം മാർക്ക് പറയുന്നുണ്ട്, അതായത് 35% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ടേം ആൻഡ് എക്സാംസ് നമ്മൾ പാസ് ആകത്തുള്ളൂ. ഇനി ഇൻ കേസ് 35% ബിലോ ആണ് നമ്മുടെ മാർക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് എന്ത് ചെയ്യണം, റീഅപ്പിയർ ചെയ്യണം. സെയിം എക്സാം നമ്മൾ നെക്സ്റ്റ് സൈക്കിളിൽ റീഅപ്പിയർ ചെയ്യുക. ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഇയർ എന്ന് പറയുന്നത് നമുക്ക് 6 years ആണ്. അതായത് നമ്മൾ 3 year കോഴ്സ് ആണെങ്കിൽ പോലും വിത്തിൻ 6 years നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഓക്കെ, ഇനി ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം നോക്കാം. നമുക്ക് നോർമലി നമുക്ക് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് ഉണ്ട്, ടേം ആൻഡ് എക്സാംസും ഉണ്ട്. ഈ രണ്ടിലും കിട്ടുന്ന മാർക്ക്, അതായത് 35% മിനിമം വേണമെന്ന് പറഞ്ഞു. ഇതിൽ കിട്ടുന്ന മാർക്കിനെ നമ്മൾ എന്ത് ചെയ്യും, അസൈൻമെന്റ്സിന് കിട്ടുന്ന മാർക്കിനെ 30 നമ്മൾ കൺവേർട്ട് ചെയ്യും. 30% എന്ന രീതിയിൽ കൺസിഡർ ചെയ്ത് ദെൻ ടേം ആൻഡ് എക്സാംസിൽ കിട്ടുന്ന മാർക്കിനെ 70 കൺവേർട്ട് ചെയ്ത് അങ്ങനെ ടോട്ടൽ ഔട്ട് ഓഫ് 100 ആയിരിക്കും നമ്മളുടെ ഓവറോൾ ഒരു സബ്ജക്റ്റിനുള്ളൊരു ഓവറോൾ മാർക്കായിട്ട് നമുക്ക് ലാസ്റ്റ് ഗ്രേഡ് ഷീറ്റിൽ വരിക. ഒന്നുകൂടെ പറയാം, നമുക്ക് അസൈൻമെന്റിന് കിട്ടുന്ന മാർക്കിനെ 30 തിയറിക്ക് കിട്ടുന്ന തിയറി എക്സാംസിന് കിട്ടുന്ന മാർക്കിനെ സെലക്ട് ചെയ്ത് ഔട്ട് ഓഫ് 100 ആയിരിക്കും നമ്മുടെ ടോട്ടൽ ഒരു സബ്ജക്റ്റിന് മാർക്ക് വരിക. ദെൻ ഇനി അതിന്റെ ഗ്രേഡ് സിസ്റ്റം നോക്കാം. ഓക്കെ, ഇതിന് ഒരു 4 പോയിന്റ് ഗ്രേഡിംഗ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതായത് ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 60% ആൻഡ് എബോ, 60% അതിൽ കൂടുതലോ മാർക്ക് കിട്ടുവാണെങ്കിൽ അതിനെ ഫസ്റ്റ് ഡിവിഷൻ എന്നും, 50% അല്ലെങ്കിൽ 59.9% ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് നമ്മളുടെ മാർക്ക് കിട്ടുന്നത് എങ്കിൽ അതിന് സെക്കൻഡ് ഡിവിഷൻ എന്നും, തേർഡ് ഡിവിഷൻ എന്ന് പറയുന്നത് 40% to 49.9%. അതായത് നമുക്ക് 40%നും 49.9%നും ഇടയ്ക്കാണ് നമ്മളുടെ മാർക്ക് കിട്ടുന്നതെങ്കിൽ അതിന് തേർഡ് ഡിവിഷൻ എന്നും പറയുന്നു. ഇനി നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് അസൈൻമെന്റിന്റെയും തിയറിയുടെയും മാർക്കും കമ്പൈൻ ചെയ്താണ് നമ്മുടെ ഓവറോൾ മാർക്ക് വരിക എന്ന്. ആ മാർക്ക് കിട്ടുന്നതിൽ 40%ന് താഴെയാണ് നമ്മളുടെ മാർക്ക് വരുന്നതെങ്കിൽ, ബിലോ 40% ആണെങ്കിൽ നമ്മൾ അൺസക്സസ്ഫുൾ അല്ലെങ്കിൽ ഫെയിൽ എന്നാണ് നമ്മളുടെ റിസൾട്ട് വരിക. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ റീഅപ്പിയർ ചെയ്യണം. ഈ റീഅപ്പിയർ ചെയ്യാനുള്ള നമുക്കൊരു ടോട്ടൽ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഈ 6 years ആണ്. അതായത് നോർമലി എന്താണ്, ഇൻ കേസ് എന്തെങ്കിലും ഇതുപോലത്തെ കേസസ് അല്ലെങ്കിൽ സീറ്റ് നമുക്ക് അവൈലബിൾ അല്ലാതെ വരിക സിറ്റുവേഷൻസ് ഇതിലൊക്കെ നമുക്ക് വരുമ്പം എഴുതിയെടുക്കാനുള്ളൊരു ടൈം ഗ്യാപ്പ് ആണ് ഈ മുമ്പേ പറഞ്ഞ നമ്മളുടെ ഈ ഒരു 6 years എന്ന് പറയുന്നത്. ഒരു ഏകദേശം ഒരു ഐഡിയ ആയോ നമ്മളുടെ മാർക്ക് സിസ്റ്റവും കാര്യങ്ങളും? ഇപ്പൊ നിങ്ങൾ ഓൾറെഡി കുറച്ച് പേർക്ക് റിസൾട്ട് പകുതി വന്നു അല്ലെങ്കിൽ ബാക്കിക്ക് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. അന്നേരം ഒരു നോർമൽ ഐഡിയ ആയോ മാർക്ക് സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ? ഓൾമോസ്റ്റ് ഇവർ കുറച്ച് ഒരു 1 year കഴിഞ്ഞതോടെ ഒരു എക്സാം ഒക്കെ ഒരെണ്ണമാണെങ്കിലും അപ്പിയർ ചെയ്തവരായിരിക്കും മിക്കവരും. അതുകൊണ്ട് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബ്ലോക്കുകൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളൊരു ഐഡിയ കാണും. പക്ഷെ സ്റ്റിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി എഴുതാനുള്ളവരോ എന്തെങ്കിലും സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞുതരാം. നമുക്ക് നെക്സ്റ്റ് ദിവസം തൊട്ട് ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുക.